ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർഫേസുകൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആ ഇൻ്റർഫേസുകളുടെ സഹായത്തിലൂടെയാണ് നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുതൽ മീനിങ് ഫുള്ളാക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോ എലമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഇൻ്റർഫേസുകൾക്ക് അതിൻ്റേതായിട്ടുള്ള റോളുകൾ നമ്മളുടെ പ്രവർത്തനത്തിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കും യൂട്യൂബിൽ ചാനലുകളുള്ളവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓരോ ഇൻ്റർഫേസുകൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, എന്തിനാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നതാണ്. എൻ്റെ മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ചുള്ള വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേഡിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്തുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ എലമെൻറ്റുകളും മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് നമ്മൾക്ക് കാണുന്നുണ്ട്. MS വേഡ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അതിലുള്ള പല കമാൻഡുകളെയും നമുക്ക് ഈസിയായിട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ റോൾ എന്താണോ നമ്മൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ആ റോളിന് ആവശ്യമായ നിരവധി അഡീഷണൽ കമാൻഡുകൾ വേഡിൽ നിന്നും മറ്റുള്ള പാക്കേജിൽ നിന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കമാൻഡുകളുടെ അല്ലെങ്കിൽ ആ എലമെൻറ്റുകളുടെ സഹായത്തിലൂടെയാണ് നമ്മൾ MS എക്സലിലെ ഫയലുകൾ തയ്യാറാക്കപ്പെടുന്നത്. MS എക്സലിൽ തയ്യാറാക്കപ്പെടുന്ന ഫയലുകളെ വർക്ക് ബുക്കുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ വർക്ക് ബുക്കുകൾക്കുള്ളിൽ നമ്മൾക്ക് പല പേജുകളുണ്ടാവും. അത് ഷീറ്റുകളായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ MS എക്സലിൽ അതിനെ വർക്ക് ഷീറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വർക്ക് ഷീറ്റുകൾക്കുള്ളിൽ റോയും കോളവും ഉണ്ട്. റോകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3, 4, 5 ആണ് വന്നിരിക്കുന്നത്. MS എക്സലിൽ മൊത്തത്തിൽ നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന റോകളുടെ എണ്ണം 10,48,576 അതേപോലെ തന്നെ കോളംസ് ആണെങ്കിൽ 16,384. കോളംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ABC ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. A മുതൽ Z വരെ യൂസ് ചെയ്ത് 26 ശേഷം വരുന്നത് വീണ്ടും എയുടെ തന്നെ പാറ്റേൺ യൂസ് ചെയ്യുകയാണ്. AA, AB, AC എന്നിങ്ങനെ. അങ്ങനെ നമ്മൾക്ക് കൂടുതൽ ആയിട്ട് കോളംസ് 16,384 കോളംസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഷീറ്റിൽ തന്നെ 16,384. അത്രയ്ക്ക് ഹൈ ഡേറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് MS എക്സൽ എന്ന് പറയുന്നത്. മറ്റൊരു എലമെൻറ്റ് വർക്ക് ഷീറ്റാണ്. വർക്ക് ഷീറ്റ്സിനെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മാക്സിമം ഒരു ഫയലിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷീറ്റുകളുടെ എണ്ണം 255 ആയിരിക്കും ഉൾക്കൊള്ളാനുള്ളത് പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. റോയും കോളവും കൂടെ കൂടിച്ചേരുമ്പോഴുള്ള ചെറിയ കണ്ണികളെയാണ് നമ്മൾ സെല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്ന് നെയിം ബോക്സ് ആണ്. നമ്മുടെ കർസർ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കർസർ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോർഷനായ സെല്ലുകളുടെ നെയിം ഷോ ചെയ്യുന്ന പാർട്ടാണ്. സെല്ലുകളുടെ നെയിം മെൻഷൻ ചെയ്യുന്നത് അത് ഏത് റോയിലാണ് ഏത് കോളത്തിലാണോ നിൽക്കുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് വെച്ചിട്ടായിരിക്കും എപ്പോഴും സെല്ലുകളുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോളം എയിൽ റോ 1ലാണ് നമ്മുടെ കർസർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് A1 ആകുന്നു. കോളം ബിയിൽ 1ാമത്തെ റോയിലാണെങ്കിൽ B1 എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോന്നിനും. ഈ സെല്ലുകളെല്ലാം പിന്നീട് വരുന്ന പല പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് ആവശ്യമാണ്. വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. മറ്റൊന്ന് ഫോർമുല ബോക്സ് ആണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഫോർമുല എന്താണോ ആ ഫോർമുലയുടെ രൂപം കാണണമെന്നുണ്ടെങ്കിൽ ഫോർമുല ബാറിൽ നോക്കിയാൽ മാത്രം മതിയാവും, അല്ലെങ്കിൽ ഫോർമുല ബോക്സിൽ നോക്കിയാൽ മതിയാവും. നോർമലി നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ റിസൾട്ടായിരിക്കും നമ്മുടെ സെല്ലിനകത്ത് കാണത്തുള്ളൂ. മറിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത ഫോർമുല എന്താണോ, എന്ത് കാൽക്കുലേഷനുമായി
അല്ലെങ്കിൽ എന്താണ് കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല ബോക്സിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്യാനുള്ള ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള സ്ക്രോൾ ബാർസ് ഉണ്ടാവും. അതേപോലെ തന്നെ വർക്ക് ഷീറ്റ്സിൻ്റെ വ്യൂസിനെ വ്യത്യാസപ്പെടുത്തി കാണാൻ വേണ്ടിയിട്ടുള്ള 1-2 ഐക്കണുകൾ താഴെ നമുക്ക് സ്റ്റാറ്റസിൽ കാണാൻ കഴിയും. മറ്റൊന്ന് സൂം കൺട്രോളറാണ്. അത് നമുക്ക് നമ്മുടെ സ്ക്രീൻ വലുതാക്കാനും ചെറുതാക്കാനും ഉപയോഗിക്കാം. അതിന് തൊട്ട് താഴെയായിട്ടൊരു സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ റോയും കോളവും കൂടെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ഗ്രില്ലുകൾ വന്നിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ശരിക്കും വർക്ക് ഷീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വർക്ക് ഷീറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന MS എക്സലിൻ്റെ ഫയലുകളെയാണ് വർക്ക് ബുക്കുകൾ എന്ന് പറയുന്നത്. നോർമലി നമ്മളൊരു എക്സലിൻ്റെ ഒരു ഫയൽ ബ്ലാങ്ക് ആയിട്ടുള്ളത് തുറന്നു കഴിഞ്ഞാൽ ബുക്ക് 1, ബുക്ക് 2 എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളിലേക്കായിരിക്കും അത് ഓപ്പണായി വരുന്നത്. ഓരോ ബുക്കിനകത്തും നിരവധി ഷീറ്റുകൾ, ഡിഫോൾട്ടിൽ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് 3 ഷീറ്റുകളായിരിക്കും. ഓരോ ഷീറ്റുകൾക്കുള്ളിലും 10,40,576 റോകളെയും അതേപോലെ തന്നെ 16,384 കോളംസും നമുക്ക് കാണാൻ കഴിയും ഒരു ഷീറ്റിനകത്ത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് MS എക്സൽ ഒരു പവർഫുള്ളായിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് തയ്യാറാക്കാൻ നമ്മൾ ഒരു ഓഫീസിൽ ഇതിനെ ആശ്രയിക്കുന്നത്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. വരും വീഡിയോകളിൽ MS എക്സലിനെ കുറിച്ചുള്ള കൂടുതൽ കമാൻഡുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നതാണ്. വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയ യൂട്യൂബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ടുള്ള ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക. നിങ്ങളും യൂട്യൂബിലൊരു ചാനലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കേ.